ഹായ് ഫ്രണ്ട്സ്, ശാസ്ത്രയുടെ ക്വിക്ക് റിവിഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ +1 കെമിസ്ട്രിയുടെ ഹൈഡ്രോ കാർബൺ എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഹൈഡ്രോ കാർബൺ ഒരു വലിയ ചാപ്റ്ററാണ്. ഹൈഡ്രോ കാർബൺ അതിൻ്റെ ഒരു ക്വിക്ക് റിവിഷനാണ്. ഈ ഹൈഡ്രോ കാർബൺ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനായി പ്രധാനമായും 4 സാധനങ്ങളാണുള്ളത്. ഒന്ന് ആൽക്കെയ്ൻസ്, മറ്റൊന്ന് ആൽക്കീൻസ്, ആൽക്കൈൻസ്, അരോമാറ്റിക് കോമ്പൗണ്ട്. ഈ 4 സാധനങ്ങൾ ആൽക്കീൻ, ആൽക്കീൻ, ആൽക്കൈൻസ്, അരോമാറ്റിക് കോമ്പൗണ്ട്, ഈ 4 സാധനത്തിന്റെ മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷൻ, നോമൻക്ലേച്ചർ, ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, കെമിക്കൽ പ്രോപ്പർട്ടീസ്, ഇത്രയേ ഉള്ളൂ ചാപ്റ്റർ. മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷൻ വേണം, നോമൻക്ലേച്ചർ വേണം, ഫിസിക്കൽ പ്രോപ്പർട്ടീസ് വേണം, കെമിക്കൽ പ്രോപ്പർട്ടീസ് വേണം. നമുക്ക് ഇന്ന് ആൽക്കെയിൻസ് എന്ന് പറയുന്ന ഭാഗം മാത്രം ഡിസ്കസ് ചെയ്യാം. ആൽക്കെയിൻസ്, ആൽക്കെയിൻസിന്റെ ജനറൽ ഫോമുല അറിയാം. CnH2n+2 ആണ് ആൽക്കെയിൻസ്. ആൽക്കെയിൻസ് നമുക്ക് എക്സാമ്പിൾ നോക്കാം. CH4, മീഥെയ്ൻ, CH3, CH3, ഈഥെയ്ൻ, CH3, CH2, CH2, CH3, ബ്യൂട്ടൈൻ. ഫസ്റ്റ് നമുക്ക് നോമൻക്ലേച്ചർ ഉണ്ട്. നോമൻക്ലേച്ചറിൽ ഫസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത് ബ്രാഞ്ചിങ് വരുന്നതാണ്. ബ്രാഞ്ചിങ് വരുന്ന നോമൻക്ലേച്ചർ. ഈ കോമ്പൗണ്ടിന്റെ IUPAC നെയിം ആദ്യം ഏറ്റവും നീളമുള്ള ചെയിൻ സെലക്ട് ചെയ്യണം. 1, 2, 3. സെക്കൻഡ് പൊസിഷനിൽ മീഥൈൽ. സോ ഇറ്റ്സ് നെയിം ഈസ് 2-methyl-propane. 2-methyl-propane. ഒന്നിൽ കൂടുതൽ ബ്രാഞ്ച് വരുന്ന ടൈപ്പ് ഉണ്ടാവും. CH3, CH, CH3, CH3, CH2, CH3. It's its name. 1, 2, 3, 4 ബ്യൂട്ടൈൻ ആണ്. സെക്കൻഡ് പൊസിഷനിൽ മീഥൈൽ ഗ്രൂപ്പ് 2 എണ്ണം വന്നു. 2,2 ഡൈ-മീഥൈൽ ബ്യൂട്ടൈൻ. ഇതാണ് ഇതിൻ്റെ നെയിം. ഇനി ഇങ്ങനെ അല്ലാതെ കേസസിൽ CH3, CH, CH3, CH, CH3, CH3. Its name 1, 2, 3, 4 ബ്യൂട്ടൈൻ ആണ്. സെക്കൻഡിലും തേർഡിലും മീഥൈൽ. 2,3 ഡൈ-മീഥൈൽ ബ്യൂട്ടൈൻ. ഇനി ഇതല്ലാതെ വ്യത്യസ്തങ്ങളായുള്ള ബ്രാഞ്ചുകൾ വന്നാൽ CH3, CH2, CH, CH2, CH3, so ഈ കോമ്പൗണ്ടിന്റെ പേര് നമ്മൾ വിചാരിക്കും 1, 2, 3, 4 ബ്യൂട്ടൈൻ ആണെന്ന് വിചാരിക്കും. പക്ഷെ ഇതിന്റെ ലോങ്സ്റ്റ് ചെയിൻ ഇതാണ്. 1, 2, 3, 4, 5. It is 2, 3 ഡൈ-മീഥൈൽ പെൻറ്റേൻ ആണ്. ഇനി നമുക്ക് ഈ കോമ്പൗണ്ടിന്റെ പേര് നോക്കാം. 1, 2, 3, 4, 5, 6 ഹെക്സേൻ ആണ്. തിരിച്ചു നമ്പർട്ടാൽ 1, 2, 3, 4, 5, 6 ഹെക്സേൻ തന്നെ. ഇങ്ങനെ നമ്പർ ഇടുമ്പോൾ മൂന്നാമത്തെ പൊസിഷനിൽ മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്, നാലാമത്തെ പൊസിഷനിൽ ഈഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. തിരിച്ച് നമ്പർ ഇടുമ്പോൾ 3ൽ ഈഥൈൽ, 4ൽ മീഥൈൽ. ആൽഫബറ്റിക്കൽ ഓർഡറിലാണ് നമ്മൾ പ്രിഫറൻസ് കൊടുക്കേണ്ടത്. ആൽഫബറ്റിക്കൽ ഓർഡറിൽ പ്രിഫറൻസ് കൊടുക്കുമ്പോൾ ഇതിന്റെ പേരിടേണ്ടത് തേർഡ് പൊസിഷനിൽ ഈഥൈൽ വരുന്ന രീതിയിലാണ്. 3 ഈഥൈൽ, 4 മിഥൈൽ ഹെക്സേൻ എന്നാണ്. തിരിച്ച് 3 methyl 4 ethyl hexane എന്ന് പറയുന്ന നോമൻക്ലേച്ചർ തികച്ചും തെറ്റാണ്.
3 ethyl 4 methyl hexane. ഇതേ ഒരു കോമ്പൗണ്ടിന് നമ്മൾ ചെറിയൊരു മാറ്റം വരുത്താം. ഇതിന്റെ പേരെന്തായിരിക്കും? നമ്മൾ നേരത്തെ 1 2 3 4 5 6 3 ethyl 4 4 dimethyl hexane എന്ന് കൊടുക്കണോ, അല്ലെങ്കിൽ 1 2 3 4 5 6 4 ethyl 3,3 dimethyl hexane എന്ന് കൊടുക്കണോ എന്നുള്ള ചോദ്യമുണ്ട്. അതായത് 4 ethyl ആണോ ഫസ്റ്റ് വേണ്ടത്, 3 ethyl നോക്കാം. തിരിച്ച് നമ്പർ ഇടുന്ന സമയത്ത് 3 ethyl 4 4 dimethyl hexane. ഈ ക്വസ്റ്റ്യൻ വന്നാൽ ഇതിന്റെ പേരിടുന്നത് ഇതാണ് ശരി. കാരണം 4 3 7 3 10 3 4 7 4 11. ഇതിന്റെ നമ്പറിന്റെ തുക മിനിമം ആയിരിക്കണം എന്ന് പറയുന്ന റൂളുണ്ട്. അതുകൊണ്ട് എക്സാമിനേഷൻ ചോദിക്കുകയാണെങ്കിൽ ഇതാണ് ഇതിന്റെ ശരിയായ ഉത്തരം. നമുക്ക് ഇതിന്റെ മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷനിലേക്ക് പോകാം. എങ്ങനെയാണ് ആൽക്കെയിൻസ് പ്രിപ്പയർ ചെയ്യുന്നത്? പ്രിപ്പയർ ചെയ്യുന്ന പ്രധാനപ്പെട്ട 3 മെത്തേഡ്സ് ഉണ്ട്. ഫ്രം unsaturated compounds, hydrocarbons. രണ്ടാമത്തത് ഫ്രം ഹാലോ ആൽക്കീൻസ്. മൂന്നാമത്തത് ഫ്രം കാർബോക്സിലിക് ആസിഡ് സാൾട്ട്. 3 തരത്തിലാണ് ഇതിന്റെ മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷൻ വരുന്നത്. നമുക്ക് ഒന്നാമത് നോക്കാം, അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ. നമുക്കറിയാം അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ എന്ന് പറഞ്ഞാൽ ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഉള്ള ആള്. CH2 ഡബിൾ ബോണ്ട് CH2 ഇതീൻ ആൽക്കൈനാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. H2 ചേർക്കുന്നു. കാറ്റലിസ്റ്റ് ആയിട്ട് നിക്കലോ പലേഡിയമോ പ്ലാറ്റിനമോ യൂസ് ചെയ്യാം. ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നു, CH3 ആയിട്ട് മാറും. ആൽക്കൈൻ ആണെങ്കിൽ CH ട്രിപ്പിൾ ബോണ്ട് CH പ്ലസ് H2, നിക്കൽ പലേഡിയം പ്ലാറ്റിനം യൂസ് ചെയ്താൽ ഫസ്റ്റ് CH2 ഡബിൾ ബോണ്ട് CH2 ആയിട്ട് മാറും. Then it is converted into CH3. ഇതാണ് methods of preparation from alkene and alkynes. രണ്ടാമത് from halo alkanes or alkyl halide. For example, നമ്മൾ CH3 CH2 Cl plus zinc ചേർക്കാം in the presence of HCl, zinc bar HCl, or H2 കൊടുക്കാം, H2 zinc bar HCl. അപ്പൊ ഇവിടുന്ന് H ഇങ്ങോട്ട് വരുന്നു, ഈ Cl പുറത്തേക്ക് പോവാം. അപ്പൊ എന്ത് കിട്ടും? CH3 ബൈ പ്രൊഡക്റ്റ് ആയിട്ട് ആര് കിട്ടും? HCl. അപ്പോൾ ഹലോ ആൽക്കീൻസിന്റെ അകത്ത് നമുക്ക് ഉണ്ടാക്കാം, ആൽക്കീൻസിനെ ഉണ്ടാക്കാം. മൂന്നാമത്തെ ഫ്രം കാർബോക്സിലിക് ആസിഡ് ആണ്. കാർബോക്സിലിക് ആസിഡിന്റെ സാൾട്ട് ആണ് സാധാരണ നമ്മൾ യൂസ് ചെയ്യാറ്. CH3COO. ഇതിനകത്ത് 2 മെത്തേഡുകളുണ്ട്. ഒന്നാമത്തത് NaOH plus CaO. NaOH CaO നെ വിളിക്കുന്ന പേരാണ് സോഡ ലൈം. സോഡ ലൈം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഡീകാർബോക്സിലേഷൻ കാർബൺ ഡൈ ഓക്സൈഡ് എലിമിനേറ്റ് ചെയ്യുന്നത്. Naയും Na2COOO CO3 Na2CO3 ആയിരിക്കും ഇതിന്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുക. മെയിൻ പ്രൊഡക്റ്റ് ആരുണ്ടാവും? CH4. മീഥേൻ ഇസ് ദ പ്രൊഡക്റ്റ്. രണ്ടാമത്തത് കോബ്സ് ഇലക്ട്രോളിസിസ് ആണ്. കോബ്സ് ഇലക്ട്രോളിസിസ് ആണെങ്കിൽ പ്രൊഡക്റ്റ് CH3 ആണ് പ്ലസ് H2. ക്വിക്ക് റിവിഷൻ മോഡിലാണ് നമ്മൾ ക്ലാസ്സസ് പോകുന്നത്. കോബ്സ് ഇലക്ട്രോളിസിസ് വേണമെങ്കിൽ നമുക്ക് CH3COO മൈനസ് ഇലക്ട്രോൺസിനെ ക്യാച്ച് ചെയ്തിട്ട് അത് CH3COO ഫ്രീ റാഡിക്കൽ ആയിട്ട് മാറും. ആ ഫ്രീ റാഡിക്കലിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് എസ്കേപ്പ് ചെയ്യും. അപ്പോൾ CH3 ഫ്രീ റാഡിക്കൽ വരും. അങ്ങനെ 2 CH3 ഫ്രീ റാഡിക്കലുകൾ
കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് കിട്ടും CH3CH3. ഈ റിയാക്ഷൻസ് ഒന്ന് ശ്രദ്ധിക്കുക. CH3COONA സോഡിയം എത്തനോയേറ്റ് ആണ്. ഇതിലേക്ക് കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന ഡീകാർബോക്സിലേഷൻ ആണ്. ഒന്ന് നമ്മൾ സോഡാലൈം ഉപയോഗിക്കുന്നു. സോഡാലൈം ഉപയോഗിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് മീഥേൻ ആണ്. കോബ്സ് ഇലക്ട്രോളിസിസ് ആണെങ്കിൽ പ്രൊഡക്റ്റ് ഈഥേൻ ആണ്. ഇറ്റ് ഈസ് മീഥേൻ, ഇറ്റ് ഈസ് ഈഥേൻ. അതൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ 3 തരത്തിലുണ്ടാവുന്ന മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷൻസ് ആണ് നമ്മൾ പഠിച്ചത്. ഇനിയുള്ള കെമിക്കൽ റിയാക്ഷൻസ് ആണ് ആൽക്കെയിൻസിന്റെ കെമിക്കൽ റിയാക്ഷൻസ്. ആൽക്കെയിൻസിന്റെ കെമിക്കൽ റിയാക്ഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നമുക്കറിയാം. CH4 plus Cl2 CH3Cl plus HCl. H പോകുന്നു, Cl ഇങ്ങോട്ട് വരുന്നു. സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഈ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷന്റെ മെക്കാനിസം ഉണ്ട്. മെക്കാനിസം 3 സ്റ്റെപ്പാണ്. ഒന്ന് ചെയിൻ ഇനീസിയേഷൻ. ചെയിൻ ഇനീസിയേഷനിൽ നടക്കുക ക്ലോറിൻ in the presence of sunlight, heat, light or radiation in the presence, it undergo homolysis or homolytic fission. ഈ കോവാലന്റ് ബോണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന 2 ഇലക്ട്രോണിനെ കൊണ്ടാണ്. ഇതിൽ ഈ 2 ഇലക്ട്രോൺ, ഒരു ഇലക്ട്രോൺ ഈ ക്ലോറിനും ഒരു ഇലക്ട്രോൺ ഈ ക്ലോറിനും വരുന്ന രീതിയിൽ ഫിഷ് ഹുക്ക് ഏതോ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. ലൈറ്റിലോ ഹീറ്റിലോ റേഡിയേഷനിലാണ് നടക്കുക ഹോമോലിസിസ്. Cl റാഡിക്കലും Cl റാഡിക്കലായിട്ട് മാറുന്നു. ഇങ്ങനെ ഉണ്ടാവുന്ന ഈ Cl റാഡിക്കലുകൾ കമ്പൈൻ ചെയ്യുന്നു CH4 ആയിട്ട്. അപ്പോൾ CH3 റാഡിക്കലും HClഉം ഫോം ചെയ്യുന്നു. ഇനി പ്രൊപ്പഗേഷൻ ആണ് രണ്ടാമത്തെ സ്റ്റെപ്പ്, ചെയിൻ പ്രൊപ്പഗേഷൻ. ചെയിൻ പ്രൊപ്പഗേഷനിൽ CH3 ഫ്രീ റാഡിക്കലും Cl2 കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു? CH3Cl പ്ലസ് ആരെ കിട്ടുന്നു? Cl റാഡിക്കൽ. ഈ Cl റാഡിക്കൽ വീണ്ടും ആരെ കമ്പൈൻ ചെയ്യാം? CH4 കമ്പൈൻ ചെയ്ത് എന്ത് കിട്ടും? വീണ്ടും CH3 റാഡിക്കൽ കിട്ടും. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നത് ഞാൻ ചെയിൻ പ്രൊപ്പഗേഷൻ എന്ന് വിളിക്കാം. മൂന്നാമത്തെ സ്റ്റെപ്പാണ് ചെയിൻ ടെർമിനേഷൻ. ചെയിൻ ടെർമിനേഷനിൽ അത് അവസാനിപ്പിക്കലാണ്. രണ്ട് CH3 ഫ്രീ റാഡിക്കലുകൾ കമ്പൈൻ ചെയ്ത് ഈഥേൻ മോളിക്യൂൾസ് ആയി മാറിയേക്കാം. Cl റാഡിക്കലുകൾ കമ്പൈൻ ചെയ്ത് Cl2 ആയിട്ട് മാറിയേക്കാം. CH3 റാഡിക്കലും Cl റാഡിക്കലൂടെ കമ്പൈൻ ചെയ്ത് CH3Cl ആയി മാറിയേക്കാം. അപ്പോൾ ഒന്നാമത്തെ റിയാക്ഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനിൽ CH4 plus Cl2 gives CH3Cl plus HCl. ഒരു Cl ഇങ്ങോട്ട് വരുന്നു, ഒരു H പുറത്തേക്ക് പോകുന്നത് മാത്രം. അടുത്ത കെമിക്കൽ റിയാക്ഷൻ കമ്പഷൻ ആണ്. കമ്പഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഓക്സിജന്റെ പ്രസൻസിൽ കത്തുന്നതിനാണ് കമ്പഷൻ എന്ന് വിളിക്കുക. ഏതൊരു ഹൈഡ്രോ കാർബണും ഓക്സിജന്റെ പ്രസൻസിൽ കത്തിയിട്ടുണ്ടെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും പ്ലസ് ലാർജ് എമൗണ്ട് ഓഫ് ഹീറ്റും പ്രൊഡ്യൂസ് ചെയ്യും. അതുകൊണ്ടാണ് ഈ ഹൈഡ്രോ കാർബൺസിനെ ഫ്യൂവൽസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അടുത്തത് ഓക്സിഡേഷൻ ആണ്. ഓക്സിഡേഷൻ നമുക്ക് മനസ്സിലൊരു കാര്യം ഉണ്ടാവണം. ഒരു ആൽക്കൈനെ നമ്മൾ സാധാരണ കേസിൽ ഓക്സിഡേഷൻ നടക്കുകയാണെങ്കിൽ നമ്മൾ അത് ആൽക്കഹോളായിട്ട് മാറും. ആൽക്കഹോൾ വീണ്ടും ഓക്സിഡേഷൻ നടക്കുകയാണെങ്കിൽ അത് ആൽഡിഹൈഡ് ആയിട്ട് മാറും. അത് വീണ്ടും ഓക്സിഡേഷൻ നടക്കുകയാണെങ്കിൽ അത് ആസിഡ് ആയിട്ട് മാറും, കാർബോക്സിലിക് ആസിഡ് ആയിട്ട് മാറും. പ്രൈമറി ആൽക്കഹോൾ ആണെങ്കിൽ ആൽഡിഹൈഡും സെക്കൻഡറി ആൽക്കഹോൾ ആണെങ്കിൽ കീറ്റോൺ ആയിട്ടാണ് മാറുക. എങ്കിലും ജനറലി നമ്മൾ പറയാം ആൽക്കൈൻസിന് ഓക്സിഡേഷൻ നടത്തി കഴിഞ്ഞാൽ ആൽക്കഹോളിന് ഓക്സിഡേഷൻ നടത്തിയാൽ ആൽഡിഹൈഡിന് ഓക്സിഡേഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ കാർബോക്സിലിക് ആസിഡ് ആയിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ ഒരു ഹൈഡ്രോ കാർബൺ ഓക്സിഡേഷൻ നടത്തുന്ന സമയത്ത് O2 ഓക്സിഡേഷൻ നടത്തുന്ന സമയത്ത് നമുക്ക് ആൽക്കഹോൾ ഉണ്ടാക്കാൻ പറ്റും, ആൽഡിഹൈഡ് ഉണ്ടാക്കാൻ പറ്റും, കാർബോക്സിലിക് ആസിഡ് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ അവിടെ യൂസ് ചെയ്യുന്ന കാറ്റലിസ്റ്റിലാണ് നമുക്ക് വ്യത്യാസം ഉണ്ടാവുക. കാറ്റലിസ്റ്റിൽ കോപ്പർ 523 കെൽവിനൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അത് ആൽക്കഹോളായിട്ട് മാറും. മോളിബ്ഡിനത്തിന് MO2O3 യൂസ് ചെയ്യണമെങ്കിൽ അത് ആൽഡിഹൈഡ് ആയിട്ട് നമുക്ക് മാറാം. ഇനി ഇതാണ് നമ്മൾ കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്കത് കാർബോക്സിലിക് ആസിഡ് ആക്കി മാറ്റാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് റിയാക്റ്റന്റ് തുല്യമാണ്, റിയാക്ഷൻ ഓക്സിഡേഷൻ ആണ്. യൂസ് ചെയ്യുന്ന കാറ്റലിസ്റ്റ് വ്യത്യസ്തമായതുകൊണ്ട് ആൽക്കഹോളോ ആൽഡിഹൈഡോ കാർബോക്സിലിക് ആസിഡോ പ്രൊഡക്റ്റുകളായിട്ട് നമുക്ക് കിട്ടും.
ഈ ചാപ്റ്ററിനകത്ത് നിന്ന് ഏറ്റവും പ്രധാനമായിട്ടും ചോദിക്കുന്ന ചോദ്യം ഇങ്ങനെയാണ്, ഹെക്സെയിൻ എന്ന റിയാക്ഷനാണ് നോർമൽ ഹെക്സെയിൻ, സാധാരണ ഹെക്സെയിനിലേക്ക് അൺഹൈഡ്രസ് AlCl3 യൂസ് ചെയ്യുന്നു. പ്രൊഡക്റ്റ് എ അൺഹൈഡ്രസ് AlCl3 യൂസ് ചെയ്യുന്നു. അല്ലെങ്കിൽ Cr2O3 or MO2O3 യൂസ് ചെയ്യുന്നു. ബി എന്തായിരിക്കും റിയാക്ഷൻ? ഇവിടെ അൺഹൈഡ്രസ് AlCl3 യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇതിനെ വിളിക്കുന്ന പേരാണ് ഐസോമറൈസേഷൻ. ഇപ്പൊ ഹെക്സേന്റെ ഏതെങ്കിലും ഒരു ഐസോമറുകളാണ് ഫോം ചെയ്യുക. ഹെക്സേന്റെ ഐസോമർ ആയിട്ടുണ്ടാവും. നമുക്ക് ഏത് പ്രോഡക്റ്റ് വേണം ചെയ്യുക? ഹെക്സേൻ 6 കാർബൺ ഉണ്ടാവണമെന്ന് മാത്രമേ ഉള്ളൂ. ടെമ്പറേച്ചറും തന്നിട്ടില്ല. 1 2 3 4 5 6 3-methyl pentane. Cr2O3 MO2O3 V2O5 ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് ആരോമറ്റൈസേഷൻ. ആരോമറ്റൈസേഷൻ. അപ്പോൾ 6 കാർബൺ ഉള്ള ഒരു ആരോമാറ്റിക് കോമ്പൗണ്ട് ബെൻസീൻ ഇസ് ദ പ്രൊഡക്റ്റ്. ഇനി ഇതൊന്നും അല്ലാതെ ചിലപ്പോൾ ഇങ്ങനെ കൊടുക്കും 773 ഹൈ ടെമ്പറേച്ചർ എന്നൊക്കെ കൊടുത്തോളൂ. ഹൈ ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്താണ് സംഭവിക്കും. ഹൈ ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്തത് ക്രാക്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ തെർമൽ ക്രാക്കിംഗ് എന്ന് വിളിക്കാറുള്ളത്. ഇത് ഹെക്സൈൻ മോളിക്യൂൾസ് സ്പ്ലിറ്റ് ചെയ്തു പോകും. വേണമെങ്കിൽ നമുക്ക് എഴുതാം, ഒരു CH4 ഉണ്ടാവാം, എന്നിട്ട് ബാക്കിയുള്ളത് അൽക്കീൻസ്, പ്രധാനമായിട്ട് അൽക്കീൻസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുക. Cis2 ഡബിൾ ബോണ്ട് CH2 3 കാർബണായി, ഇനി 3 കാർബണുള്ള സാധനം കൂടെ ഏതെങ്കിലും. അപ്പോൾ ഏതെങ്കിലും ഈ 6 കാർബൺ മൊത്തം ഉണ്ടാവണമെന്നേ ഉള്ളൂ. ഇത് തെർമൽ ക്രാക്കിംഗ് എന്നോ അല്ലെങ്കിൽ പൈറോലിസിസ്, ചൂടാക്കി മുറിക്കുന്ന പൈറോലിസിസ് എന്നൊക്കെ വിളിക്കാം. അപ്പോൾ ഹെക്സേൻ ഉപയോഗിച്ചിട്ട് ഐസോമറൈസേഷനോ ആരോമാറ്റൈസേഷനോ പൈറോലിസിസോ ഏതെങ്കിലുമൊക്കെ കെമിക്കൽ റിയാക്ഷൻസ് എക്സാമിനേഷൻ വരാറുണ്ട്. ഇനി റിയാക്ഷൻ വിത്ത് സ്റ്റീമായിട്ടുണ്ടാവുന്ന റിയാക്ഷൻ അത് നമ്മൾ പഠിച്ചതാണ്. റിയാക്ഷൻ വിത്ത് സ്റ്റീമിൽ CH4 + H2O സ്റ്റീം, CO + 3H2. അപ്പം ഇത്രയൊക്കെയാണ് സാധാരണ കേസിൽ ആൽക്കെയിൻസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കെമിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ടാവാറ്. ഇതിൽ ഫിസിക്കൽ പ്രോപ്പർട്ടീസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചോദ്യം വരാറുള്ളത് ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. ഐസോമറിക് ബ്യൂട്ടൈൻ ഏതായിരുന്നു ബോയിലിംഗ് പോയിന്റ് കൂടുതലുണ്ടാവുക? എന്താണ് ഐസോമറിക് ബ്യൂട്ടൈൻ എന്നൊക്കെ പറഞ്ഞാൽ? ബ്യൂട്ടൈൻ CH3 CH2 CH2 C3. ഇറ്റ് ഈസ് നോർമൽ ബ്യൂട്ടൈൻ, N-ബ്യൂട്ടൈൻ. ഇത് ഐസോമർ കൊടുക്കാം. അപ്പൊ ഇതിൽ ഏതിനാണ് ബോയിലിംഗ് പോയിന്റ് കൂടുതലായിട്ടുള്ളത്? ബോയിലിംഗ് പോയിന്റ് കൂടുക എന്ന് പറഞ്ഞാൽ ബ്രാഞ്ചിങ് കുറയണം. ബ്രാഞ്ചിങ് കുറവുള്ളതിന് ബോയിലിംഗ് പോയിന്റ് കൂടുതലായിരിക്കും. എല്ലാവരും ബ്രാഞ്ചിങ് കൂടുമ്പോൾ ബോയിലിംഗ് പോയിന്റ് കുറയും. അപ്പോൾ ബ്യൂട്ടൈന് 2 ഐസോമർ നമ്മൾ എഴുതും. പെൻഡൈൻ ആയിരുന്നെങ്കിലോ കുറച്ചും കൂടെ സൗകര്യത്തിൽ നമ്മൾ എഴുതാം N-പെൻഡൈൻ. ഇങ്ങനൊരു ഐസോമർ കിട്ടും. വേണമെങ്കിൽ നമുക്ക് മറ്റൊരു ഐസോമറും കൂടെ ഉണ്ടാവാം. ഇതിൽ ഏതിലാണ് ബോയിലിംഗ് പോയിന്റ് കൂടുതൽ? നമുക്കറിയാം ബ്രാഞ്ചിങ് കൂടുമ്പോൾ ഒരു മോളിക്യൂൾസ് ഓൾമോസ്റ്റ് സ്ഫെറിക്കലായി, അടുത്ത മോളിക്യൂൾസ് ഇതേപോലെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഈ മോളിക്യൂൾസ് തമ്മിൽ ഉണ്ടാവുന്ന ഇന്ററാക്ട് ചെയ്യുന്ന ഏരിയ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് വാണ്ടർവാൾസ് ഫോഴ്സ് കുറവായിരിക്കും. വാണ്ടർവാൾസ് ഫോഴ്സ് കുറയുന്നത് കൊണ്ട് ബോയിലിംഗ് പോയിന്റ് കുറവ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ബോയിലിംഗ് പോയിന്റ് ഉണ്ടാവും ഇതിനാണ്, നോർമലിനാണ്. 2ാം സ്ഥാനത്ത്, 3ാം സ്ഥാനത്ത്. അങ്ങനെ ബോയിലിംഗ് പോയിന്റ് വെച്ചിട്ടുള്ള ചോദ്യങ്ങളോ വരാം. ഇത്രയാണ് നമ്മൾ ആൽക്കെയിൻസിൽ പഠിക്കാനുള്ളത്. ആൽക്കെയിൻസിൽ മറ്റൊരു സാധനം കൂടെ ഉണ്ട്, കൺഫോർമേഷൻ. ഒരു പുതിയ തരത്തിലുള്ള ഐസോമറിസമാണ് കൺഫോർമേഷൻസ്. സാധാരണ ഈഥേന്റെ കൺഫോർമേഷൻസ് ചോദിക്കാറുണ്ട്. ഈഥേൻ മോളിക്യൂൾസ് എന്ന് അറിയാം, CH3 CH3. ഇത് 2 രീതിയിൽ നമുക്ക് പ്രൊജക്ഷൻസ് ഉണ്ട്. ഒന്ന് ന്യൂമാൻ പ്രൊജക്ഷൻ ഉണ്ട്, മറ്റൊരു സോഹോസ് പ്രൊജക്ഷൻ ഉണ്ട്. ന്യൂമാനും സോഹോസും ഇതിലേതെങ്കിലും ഒരു ചിത്രം മേബി വരാം. ന്യൂമാൻ വരയ്ക്കേണ്ട നമ്മൾ റൗണ്ട്
എച്ച് എച്ച് എച്ച്. ഇതൊരു കാർബൺ ആണ്. ഹൈഡ്രജൻ ഹൈഡ്രജൻ ഹൈഡ്രജൻ, കാർബൺ 3 ഹൈഡ്രജൻ. അടുത്ത കാർബൺ നമ്മൾ ഈ സ്പിയർ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു. എച്ച് വിട എച്ച് വിട എച്ച് വിട. ഈ എച്ചിന്റെ എക്സാക്ട് ബാക്കിലാണത്. അതുകൊണ്ട് തന്നെ ഹൈഡ്രജൻ ഹൈഡ്രജൻ തമ്മിലൊക്കെ ഉണ്ടാകുന്ന റിപ്പൾഷൻ കൂടുതലായിരിക്കും. റിപ്പൾഷൻ കൂടുതലായതുകൊണ്ട് തന്നെ സ്റ്റെബിലിറ്റി കുറവായിരിക്കും. സ്റ്റെബിലിറ്റി കുറവുള്ള കൺഫർമേഷൻ നമ്മൾ വിളിക്കുന്നവരാണ് എക്ലിപ്സ്ഡ് കൺഫർമേഷൻ എന്ന് വിളിക്കുന്നത്. ഏറ്റവും സ്റ്റേബിൾ ആയുള്ള കൺഫർമേഷൻസ് ഉണ്ട്. അത് എച്ച് 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 ഇവിടെ ഉണ്ട്. സ്റ്റേബിൾ ആയുള്ള കൺഫർമേഷനാണ് നമ്മൾ സ്റ്റാഗേർഡ് കൺഫർമേഷൻ എന്ന് വിളിക്കുക. സ്റ്റാഗേർഡ് കൺഫർമേഷൻ എന്ന് വിളിക്കുക. സോഹോസ് റെപ്രസെന്റ് ചെയ്യുന്ന സമയത്ത് ഇത് കാർബൺ എച്ച് എച്ച് എച്ച്, ഇത് കാർബൺ എച്ച് എച്ച് എച്ച്. ഇതിന് സിമിലർ ആണ്. ഇത് എക്ലിപ്സ്ഡ് ആണ്. പിന്നെ സ്റ്റാഗേർഡ് എങ്ങനെയായിരിക്കും വരയ്ക്കുക? സ്റ്റാഗേർഡ് വരയ്ക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? എച്ച് എച്ച് എച്ച്. ഇതിന്റെ സ്റ്റാഗേർഡ് കൺഫർമേഷൻ ആണ്. സ്റ്റാഗേർഡ്. സ്റ്റേബിൾ ഏതായിരിക്കും? സ്റ്റാഗേർഡ് ആണ്. ലീസ്റ്റ് സ്റ്റേബിൾ ആണ് എക്ലിപ്സ്ഡ് കൺഫർമേഷൻ. ഇതിന്റെ ഇടയിൽ ഉണ്ടാകുന്ന ആംഗിളിന് വിളിക്കുന്ന പേരാണ് ഡൈഹിഡ്രൽ ആംഗിൾ. ഈ ഹൈഡ്രജനും ഈ ഹൈഡ്രജൻ, സത്യത്തിൽ ഈ ഹൈഡ്രജൻ തമ്മിൽ ആംഗിളൊന്നും ഇല്ല. കാരണം ഇവിടെ 2 പോയിന്റ് വരുന്നുണ്ട്. എങ്കിലും ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ആംഗിൾ നമ്മൾ വിളിക്കുന്ന പേര് ഡൈഹിഡ്രൽ ആംഗിൾ എന്നും, അതിനിടയിൽ ഉണ്ടാകുന്ന സ്ട്രെയിനെ വിളിക്കുന്ന പേര് ടോർഷണൽ സ്ട്രെയിൻ എന്നുമാണ് വിളിക്കാറുള്ളത്. അപ്പം ഇത്രയാണ് കൺഫർമേഷൻ. വാട്ട് ഈസ് കൺഫർമേഷൻ? കൺഫർമേഷൻ ഈസ് എ സ്റ്റീരിയോ ഐസോമർ വിച്ച് അറൈസസ് ഡ്യൂ ടു ഫ്രീ റൊട്ടേഷൻ about carbon-carbon single bond. കാർബൺ സിംഗിൾ ബോണ്ടിന് ഉണ്ടാവുന്ന റൊട്ടേഷനെ കൊണ്ടുണ്ടാവുന്ന ഐസോമറിസമാണ് കൺഫർമേഴ്സ് എന്ന് വിളിക്കുന്നത്. കാരണം ഇതൊരു കാർബൺ ആണ്, ഇത് ഹൈഡ്രജൻ ഹൈഡ്രജൻ ഹൈഡ്രജൻ, ഇത് അടുത്ത കാർബൺ ആണ്, 3 ഹൈഡ്രജൻ ഉണ്ട്. ഇതിങ്ങനെ മോളിക്യൂൾസ് നിൽക്കുന്നു. ഒന്ന് ഫിക്സ് ചെയ്യുകയും മറ്റേ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഓരോ സ്ട്രെച്ചേഴ്സും പോസിബിൾ ആണ്. എത്ര ഡിഗ്രി വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇൻഫിനൈറ്റ് നമ്പർ ഓഫ് കൺഫർമേഴ്സ് നമുക്ക് പോസിബിൾ ആണ്. ശ്രദ്ധിക്കുക, അത് സിഗ്മ ബോണ്ട് അല്ലെങ്കിൽ സിംഗിൾ ബോണ്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഫ്രീ റൊട്ടേഷൻ പോസിബിൾ ആയിരിക്കുന്നത്. ആൽക്കൈൻസിൽ മാത്രമേ ഉള്ളൂ. ആൽക്കീൻസിലും ആൽക്കൈൻസിലും ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ വരികയാണെങ്കിൽ ഫ്രീ റൊട്ടേഷൻ പോസിബിൾ അല്ല. ഫ്രീ റൊട്ടേഷൻ ഉള്ളത് കൊണ്ട് ആൽക്കൈൻസിൽ ഉണ്ടാവുന്ന സ്റ്റീരിയോ ഐസോമറിസമാണ് കൺഫർമേഴ്സ് എന്ന് പറയുന്നത്.